ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്പ്പത്തൽ എന്ന് പറയുന്ന സാധനമാണ്. നെയ്പ്പത്തിരി എന്നൊക്കെ പറയും. നെയ്പ്പത്തലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കുറച്ച് പച്ചരി, ഒരു അര ഗ്ലാസ് പച്ചരിയും 3/4 ഗ്ലാസ് പുഴുക്കലരിയും കൂടെ ചേർത്ത് എടുത്തേക്കുന്നതാണ്. അപ്പം 1.25 ഗ്ലാസ് ഉണ്ട് മൊത്തം കൂടെ. അതാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാനുള്ളത്, ഇത് കുതിർത്ത് ഇന്നലെ രാത്രി ഇട്ട അരിയ 2 മണിക്കൂർ കുതിർന്നാലും മതി. പകൽ സമയത്ത് ഇട്ടാൽ ഇതിപ്പോൾ ഞാൻ രാത്രിയിൽ അങ്ങ് ഇട്ടിട്ട് കിടന്നേ ഉള്ളൂ. കുതിർന്ന് ഞാനത് വാരി വെച്ചേക്കുക. അതിനകത്ത് ഞാൻ ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സവാള ഇതിനകത്ത് ചേർക്കാൻ പോകുന്നു. പിന്നെ ഒരു മുറി തേങ്ങ, വലിയ ഒരു മുറി തേങ്ങ ആയില്ലായിരുന്നു, ചെറിയൊരു മുറി തേങ്ങയാണ് കേട്ടോ. അതും കൂടെ ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത്. എന്നിട്ട് ഇത് അതിനകത്തോട്ടൊന്ന് വാരിയിട്ടിട്ട് നമുക്ക് ഇതൊന്ന് അരച്ച് എടുക്കാം. തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. എന്നിട്ട് കുറച്ച് ഇതും കൂടെ വേണം, കുറച്ച് അരിപ്പൊടിയും കൂടെ വേണം. അതിനുള്ള അരി വേറെ ഇവിടെ ഇരിപ്പുണ്ട്, അത് നമുക്ക് പൊടിച്ചെടുക്കാം. ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഭയങ്കരമായിട്ട് അരയ്ക്കരുത്, കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. അതായിരിക്കും ഇതിന് നല്ലത്. ഇതിനകത്ത് പിന്നെ നമുക്ക് ചേർക്കാനുള്ളത്, നിങ്ങൾക്ക് പെരുംജീരകമാണെങ്കിൽ പെരുംജീരകം 1 സ്പൂണ് ചേർക്കാം. അല്ലെങ്കിൽ നമുക്ക് സാദാ ജീരകമാണെങ്കിൽ അത് 1 സ്പൂണ് ചേർത്താലും മതി. അജുവിന് കൂടുതൽ ഇവിടെ ഇഷ്ടം സാദാ ജീരകം ചേർക്കുന്നതാണ്. നെയ്പ്പത്തലിന് പെരുംജീരകം ചേർക്കുന്നത് നല്ലതാണ്. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാവേ. ഞാൻ അരി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കാണാം, ഞാൻ അരി അരച്ചെടുത്ത് കൊണ്ടുവച്ചേക്കുന്നത്. തരിതരിപ്പായിട്ടാണ് ഞാൻ അരി അരച്ചെടുത്തേക്കുന്നത്. ഇതിലോട്ട് ഞാൻ പറഞ്ഞായിരുന്നു ബാക്കി കുറച്ച് അരി ഇരുന്നത് ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ പൊടിയും കൂടെ നമുക്കിതിനകത്തോട്ട് ചേർത്ത്, ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത് നമ്മുടെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കായി കുറച്ചുകൂടെ ലൂസായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. നമുക്ക് അങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക്. നമുക്ക് നെയ്പ്പത്തൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ചീനിച്ചട്ടി അടുപ്പേ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. നമുക്കിനി അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണയൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത്. വെളിച്ചെണ്ണയോ പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് എണ്ണയായാലും കുഴപ്പമില്ല. നമുക്ക് എന്നിട്ട് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ഞാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിനകത്ത്. നമുക്ക് നമ്മുടെ കൈ അതിലോട്ടൊന്ന് തൊടാനൊക്കെ ആയിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. മാവ് കുഴച്ചത് ഇങ്ങനെ നമ്മൾ മാവ് കുഴച്ച് വെച്ചേക്കുന്നത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ, അതിനേക്കാൾ ഇച്ചിരി കൂടെ ഒരു ലൂസായിട്ടാണ് കുഴച്ചേക്കുന്നത്. കണ്ടോ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. ഒരു എണ്ണ മേടിക്കുന്ന കവറിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ ആട്ട മേടിക്കുന്ന അതിൻ്റെ ഒരു കവറായാലും അതിങ്ങനെ എടുത്തിട്ട് അത് തിരിച്ചിട്ടിട്ട് അതിനകത്തോട്ട് ആയാലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യാതെ നമുക്ക് എടുക്കാം. അങ്ങനത്തെ ഒരു കവറൊക്കെ ആണെങ്കിൽ കേട്ടോ. ഞാനാണെങ്കിൽ ഒരു വാഴയില എടുത്തു കൊണ്ടുവന്ന് അതേ ഒരു ശകല എണ്ണ തൂത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇത് പരത്താം. ഇങ്ങനെ അന്നേരം അതേലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. നമ്മുടെ കയ്യിൽ വെച്ചിട്ട് എണ്ണ ഇങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കത്തില്ല. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ നിങ്ങൾക്കിത് പരത്തിയെടുക്കാം. ഒരുപാട് കട്ടി കുറച്ച് പരത്താത്തതാണ് നല്ലത്. എന്നിട്ട് തിളച്ചെണ്ണയിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ തിളച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. നമുക്ക് കാണാം. കണ്ടോ അത് കിടന്നിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. അത് പൊങ്ങി വരുന്ന കണ്ടോ, നമ്മുടെ പൂരി പോലെ
നല്ല തീയിട്ട് വേണം ഇത് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ നല്ലതായിട്ട് പൂരി പോലെ ഇങ്ങനെ പൊങ്ങി വരും. നമുക്കിഷ്ടമുള്ള അത്രയും ഇത് നമുക്ക് മുരിയിച്ചെടുക്കാം. ചിലർക്ക് ഒരുപാട് മുരിയിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ അത്രയും മുരിയിക്കേണ്ട. നല്ല മുരിഞ്ഞിരിക്കുന്നതായിരിക്കും അതിന് ടേസ്റ്റ് നല്ലത്. പിന്നെ ചിലർ അത്രയും മുരിഞ്ഞ് വേണ്ടാത്തവരും ഉണ്ട്. അങ്ങനെ രണ്ട് സൈഡും തിരിച്ച് നല്ലതായിട്ട് മുരിയിച്ചിട്ട് നമ്മൾ എടുക്കണം. ഇതിന് പിന്നെ മട്ടൻ കറി, ബീഫ് കറിയൊക്കെ ഏറ്റവും നല്ലത് ബീഫ് കറി, മട്ടൻ കറിയൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ പിന്നെ മുട്ടക്കറിയോ പിന്നെ കടലക്കറിയോ മറ്റേത് കറികൾ കൂട്ടി വേണമെങ്കിലും ഇത് കഴിക്കാം. പിന്നെ ബീഫ് കറി ആയിരിക്കും ഏറ്റവും ടേസ്റ്റ് ഇതിന്. അടുത്തതും ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നു. നമുക്കിങ്ങനെ എല്ലാം ഒന്ന് ഉണ്ടാക്കി എടുക്കാവേ. എല്ലാം നമുക്കിതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മളപ്പം എല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. നെയ്പ്പത്തൽ അജുമോന്നോടെ വന്നിട്ടുണ്ട്. അജു അതുകൊണ്ടിരിക്കുന്നു. അജു വെട്ടാൻ പോയേക്കുമായിരുന്നു. വെട്ടും കഴിഞ്ഞിട്ട് വന്നിരിക്കുക. പിന്നെ അപ്പോൾ ഇനി അജുമോന് തിന്നാൻ കൊടുക്കാം. ഞാൻ എന്നാൽ ഒന്ന് എടുക്കട്ടെ. എല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞേ. നെയ്പ്പത്തലെന്നും പറയും, നെയ്പ്പത്തിരി എന്നും പറയുവേ. അജുമോന് കൊടുക്കാനെടുത്തു. നല്ല പൂരി പോലെ ആയതിരിക്കുന്നത്. പിന്നെ തീരെ അങ്ങ് കട്ടി കുറച്ച് ഉണ്ടാക്കരുത്. ഇച്ചിരി കട്ടി വെച്ച് വേണം ഉണ്ടാക്കാൻ. അതായിരിക്കും നല്ലത്. ചിലർക്ക് കട്ടി കുറഞ്ഞതാണ് ഇഷ്ടം. ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയേക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ മുട്ട ബുർജിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. മുട്ട ബുർജി പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അജുമോന് ഇതൊന്ന് കൊടുക്കാം. ബാമനെ അജു ഒന്ന് തിന്ന് നോക്കിയിട്ട് പറയട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. സോഫ്റ്റാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കല്ലേ? പൂരി തിന്നുന്ന പോലെ വേറൊരു ടേസ്റ്റ്. പൂരി നമ്മൾ പിന്നെ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദയും കൊണ്ടൊക്കെ നമ്മൾ പൂരി ഉണ്ടാക്കും. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് അരി കൊണ്ടല്ലേ ഉണ്ടാക്കിയേക്കുന്നത്. അരിയും പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പുഴുക്കലരി ബാക്കി പച്ചരി ചേർത്തിട്ട് 2 മണിക്കൂർ കുതിർന്നാൽ മതി. ഞാൻ പക്ഷേ രാത്രി മൊത്തം ഇട്ട് കുതിർത്തായിരുന്നു. എങ്ങനെയുണ്ട് അജുമോനെ? സൂപ്പറാന്ന് അജു പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. എല്ലാവരും രാവിലത്തേത് കഴിച്ചോ? സമയം ഇപ്പോൾ 9 മണിയായി. അപ്പം അജു കഴിക്കുവാന്നേ. താങ്ക് യു. എല്ലാവരും വീഡിയോ കാണണം. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് പിന്നെ അതിൻ്റെ കമൻറ്റുകളൊക്കെ ഇടണേ. ഇത് കഴിച്ച് നോക്കണേ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അജുമോന് മിക്കവാറും നമ്മളിവിടെ മിക്കവാറും ഒക്കെ ഉണ്ടാക്കും. ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ ബീഫൊക്കെ മേടിക്കുമ്പം നമ്മൾ ഉണ്ടാക്കാറുണ്ട്. നെയ്പ്പത്തിരി എന്നും പറയും, നെയ്പ്പത്തൽ എന്നും പറയും. താങ്ക് യു.